ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ക്രിയേറ്റീവായ ആളുകൾക്ക് ചില വിചിത്രമായ ശീലങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആഡം ഗ്രാന്റിന്റെ ഒരു പഠനത്തെ അടിസ്ഥാനമാക്കിയാണിത്. നമ്മൾ ഈ വിജയികളെക്കുറിച്ച് വിചാരിക്കുന്ന പല കാര്യങ്ങളും അത് അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടന്നാലോ? അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് തന്നെ ഒരു വലിയ അബദ്ധത്തിൽ നിന്നാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആഡം ഗ്രാന്റിന്റെ അടുത്ത് കുറച്ച് സ്റ്റുഡൻസ് ഒരു പുതിയ കമ്പനി തുടങ്ങാനായിട്ട് ഫണ്ട് ചോദിച്ചു വന്നു. ഓൺലൈനായിട്ട് സാധനങ്ങൾ വിൽക്കുക എന്നതായിരുന്നു അവരുടെ ആശയം. പക്ഷെ അവർ വന്ന രീതിയൊക്കെ കണ്ടപ്പോൾ ഒരു തയ്യാറെടുത്തുമില്ലെന്ന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം ആ നിക്ഷേപം വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ആ കമ്പനിയുടെ പേരെന്തായിരുന്നെന്നോ? വാർബി പാർക്കർ. ഓൺലൈനായിട്ട് കണ്ണട വിൽക്കുന്നൊരു കമ്പനി. ഒരുപക്ഷെ നിങ്ങളിപ്പോ ആ പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ? അന്ന് ആ നിക്ഷേപം നിരസിച്ചത് എത്ര വലിയൊരു നഷ്ടമായിരുന്നെന്നറിയാമോ? ഇന്ന് വാർബി പാർക്കറിന്റെ മൂല്യം $100 കോടി മുകളിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഇന്നവേറ്റീവായ കമ്പനികളിലൊന്നാണത്. അപ്പോ എവിടെയാണ് കണക്കുകൂട്ടൽ പിഴച്ചത്? വിജയിക്കാൻ പോകുന്നവരെ തിരിച്ചറിയുന്നതിൽ നമുക്കെന്താണ് ഇത്രയധികം തെറ്റുപറ്റുന്നത്? ഇതാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചോദ്യം. ശരിക്കും ആരാണ് ഈ ഒറിജിനൽ തിങ്കേഴ്സ്? അതായത് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് അത് യാഥാർത്ഥ്യമാക്കുന്ന ആളുകൾ. അവർ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും? ഒന്നുറപ്പാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ, ലോകം കണ്ട ഏറ്റവും ഒറിജിനലായ ആളുകളുടെ 3 വിചിത്രമായ ശീലങ്ങളിലേക്ക് ഒന്ന് നോക്കാം. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരു ദൗർബല്യമായി കാണുന്ന കാര്യങ്ങളായിരിക്കാം ഇവ. അപ്പോൾ ആദ്യത്തെ ശീലം എന്താണെന്നറിയാമോ? കാര്യങ്ങൾ നീട്ടിവെക്കുക, അല്ലെങ്കിൽ പതുക്കെ ചെയ്യുക. വാർബി പാർക്കറിന്റെ സ്ഥാപകർ അവരാ കമ്പനി തുടങ്ങാനായിട്ട് ഒരുപാട് സമയമെടുത്തു. ആ ഒരു മെല്ലപ്പോക്കാണ് ആദ്യം ഇൻവെസ്റ്റേഴ്സിനെ പിന്നോട്ട് വലിച്ചത്. പക്ഷെ സത്യത്തിൽ ആ കാത്തിരിപ്പിലായിരുന്നു അവരുടെ വിജയത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരുന്നത്. ഇപ്പൊ നോക്കൂ, ഇതൊരു രസകരമായ പഠനമാണ്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റിവെക്കുന്ന ആളുകൾക്ക് കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നാണ്. എല്ലാം തിടുക്കത്തിൽ നേരത്തെ കൂട്ടി ചെയ്യുന്നവരെക്കാളും, അല്ലെങ്കിൽ തീരെ ചെയ്യാതെ അവസാന നിമിഷം വരെ വലിച്ചു നീട്ടുന്നവരെക്കാളും ഒരു മിതമായ രീതിയിൽ കാര്യങ്ങൾ മാറ്റിവെക്കുന്നവർക്കാണ് ഏറ്റവും നല്ല ആശയങ്ങൾ വരുന്നത്. ഒരു പരീക്ഷണത്തില് അവരെന്താ ചെയ്തെന്നറിയോ? കുറച്ച് ആളുകളോട് ഒരു ജോലി തുടങ്ങാൻ കുറച്ചൊന്ന് വൈകാൻ പറഞ്ഞു. ഫലമെന്തായിരുന്നെന്നോ? അവരുടെ ക്രിയേറ്റിവിറ്റി 16% കൂടി. സംഭവം ഇത്രയുള്ളൂ. നമ്മൾ കാര്യങ്ങളൊന്നും മാറ്റിവെക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് പുതിയ വഴികളിലൂടെയൊക്കെ ചിന്തിക്കാനും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഐഡിയകള് കണ്ടെത്താനും കുറച്ചുകൂടി സമയം കിട്ടും. പ്രശസ്ത എഴുത്തുകാരനായ ആരൻ സോർക്കിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിതിനെ മാറ്റിവെക്കലെന്ന് വിളിക്കും, ഞാനിതിനെ ചിന്ത എന്നാണ് വിളിക്കാന്ന്. അതെ, ഇത് മടിയല്ല. ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാനുള്ളൊരു വഴിയാണ്. ഒരു ഐഡിയ നമ്മുടെ മനസ്സിലിട്ട് അതിന് പരുവപ്പെടാൻ കുറച്ച് സമയം കൊടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അത് വേറെ ലെവലായിരിക്കും. ചരിത്രത്തിലേക്ക് നോക്കിയാല് മഹാന്മാരായ പലരും ഇങ്ങനെയുള്ളവരായിരുന്നു കേട്ടോ. ലിയോനാർഡോ ഡാവിഞ്ചി, അദ്ദേഹം മൊണാലിസ വരച്ചു തീർക്കാനെടുത്തത് 16 വർഷമാണ്. അതുപോലെ മാർട്ടിൻ ലൂതർ കിങ്, അദ്ദേഹത്തിന്റെ ആ ലോകപ്രശസ്തമായ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം സ്റ്റേജിൽ കയറുന്നതിന് തൊട്ടുമുൻപ് വരെ അദ്ദേഹം തിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്താ? എപ്പോഴും ഫസ്റ്റ് വരുന്നതിലല്ല കാര്യം. പലപ്പോഴും ആദ്യം വന്ന ആളുടെ ഐഡിയയെ എടുത്ത് അതിലും നന്നായി ചെയ്യുന്നവരാണ് ശരിക്കും വിജയിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഫേസ്ബുക്കിലും ഗൂഗിളിനും മുൻപ് വേറെ എത്രയോ സോഷ്യൽ നെറ്റ്വർക്കുകളും സെർച്ച് എഞ്ചിനുകളും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ ആദ്യത്തേതാവുന്നതിനേക്കാൾ പ്രധാനം ഏറ്റവും മികച്ചതും വ്യത്യസ്തവുമാവുന്നതാണ്. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ ശീലത്തിലേക്ക് പോകാം. വാർബി പാർക്കറിന്റെ സ്ഥാപകരുടെ കാര്യം തന്നെ എടുക്കാം. അവർക്ക് അവരുടെ ഐഡിയയെക്കുറിച്ച് ഭയങ്കര സംശയങ്ങളായിരുന്നു. ഒരു പ്ലാൻ ബി ഒക്കെയായി വേറെ ജോലിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അവർ. ഇത് കേൾക്കുമ്പോൾ ഒരു ബലഹീനതയായിട്ട് തോന്നാം അല്ലേ? പക്ഷേ സത്യത്തിൽ ഈ സംശയവും ഭയവുമാണ് പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഇന്ധനം. പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ആദ്യം തുടങ്ങുമ്പോൾ ഒരു ഭയങ്കര ആവേശമായിരിക്കും, ഇത് പൊളിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നും, അയ്യോ ഇത് കുറച്ച് പാടാണല്ലോ. പിന്നെ ആകെ നിരാശയാവും, ഇതൊരു മോശം ഐഡിയ ആണ്. അവസാനം നമ്മളെത്തുന്നത് ഞാനൊരു പോരാ എന്ന ചിന്തയിലായിരിക്കും. പക്ഷേ ഇവിടെയാണ് ഒറിജിനൽ തിങ്കേഴ്സ് നമ്മളിൽ നിന്ന് വ്യത്യസ്തരാവുന്നത്. കാരണം 2 തരം സംശയങ്ങളുണ്ട്. ഒന്ന്, സെൽഫ് ഡൗട്ട്, അതായത് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന ചിന്ത. അത് നമ്മളെ പൂർണ്ണമായി തളർത്തിക്കളയും. എന്നാൽ രണ്ടാമത്തേത് ഐഡിയ ഡൗട്ടാണ്. അതായത് എന്റെ ഈ ആദ്യത്തെ ഐഡിയ അത്ര പോരാ, ഇതിനിയും നന്നാക്കണം എന്ന ചിന്ത. ഇതാണ് പ്രധാനം. ഈ ചിന്തയാണ് നമ്മളെ വീണ്ടും വീണ്ടും പരീക്ഷണം നടത്താനും
ആ ഐഡിയയെ മികച്ചതാക്കാനും സഹായിക്കുന്നത്. ഇനി വളരെ രസകരമായ ഒരു കാര്യം കാണിച്ചുതരാം. നിങ്ങൾ ഏത് വെബ് ബ്രൗസറാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജോലിയിലെ പ്രകടനമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സംഗതി സത്യമാണ്. കമ്പ്യൂട്ടറിൽ ഓൾറെഡിയുള്ള, അതായത് ഡീഫോൾട്ടായി വരുന്ന ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ സഫാരി ഉപയോഗിക്കുന്നവരെക്കാൾ സ്വന്തമായി ക്രോം അല്ലെങ്കിൽ ഫയർഫോക്സ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നവർ ജോലിയിൽ കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അവർ 15% കൂടുതൽ കാലം ആ ജോലിയിൽ തുടരാനും സാധ്യതയുണ്ട്. എന്താണിതിന് കാരണം? കാരണം അവർ ഡീഫോൾട്ടായി കിട്ടുന്നതിനെ അപ്പാടെ സ്വീകരിക്കുന്നില്ല, അതിനെ ചോദ്യം ചെയ്യുന്നു. ഈയൊരു കഴിവിനെയാണ് വുജ ദേ എന്ന് പറയുന്നത്. അതായത്, നമുക്ക് വളരെ പരിചിതമായൊരു കാര്യത്തെ ആദ്യമായി കാണുന്നത് പോലെ പുതിയ കണ്ണുകളോടെ നോക്കുക. ഡിസ്നിയുടെ ഫ്രോസൺ സിനിമ ഓർമ്മയില്ലേ? അതിലെ വില്ലത്തിയായി വരേണ്ടിയിരുന്ന കഥാപാത്രത്തെ ഒരു നായികയായി മാറ്റിയെഴുതിയപ്പോൾ സംഭവിച്ചത് ഇതേ വുജതയാണ്. അപ്പോ ഒറിജിനൽ തിങ്കേഴ്സിന് ഭയമില്ല എന്നാണോ? ഒരിക്കലുമല്ല. അവർക്കും പരാജയപ്പെടുമോ എന്ന് നല്ല പേടിയുണ്ട്. പക്ഷേ പരാജയപ്പെടുന്നതിനേക്കാൾ വലിയൊരു ഭയം അവർക്കുണ്ട്. അത് ശ്രമിക്കാതിരിക്കുന്നതിലെ ഭയമാണ്. കാരണം ജീവിതത്തിൽ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ചായിരിക്കില്ല, മറിച്ച് എടുക്കാതെ പോയ അവസരങ്ങളെക്കുറിച്ചായിരിക്കും. ഓക്കേ, അപ്പൊ നമുക്ക് മൂന്നാമത്തെയും അവസാനത്തെയും ശീലത്തിലേക്ക് കടക്കാം. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം, നമുക്ക് എന്തിനാണ് മോശമാശയങ്ങൾ വേണ്ടത്? ഒരു സർവേയിൽ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. നമ്മളിൽ 85% ആളുകളും അവരുടെ ബെസ്റ്റ് ഐഡിയാസ് ആരോടും പറയാതെ മനസ്സിൽ വെക്കുമത്രേ. കാരണം ഒന്നേ ഉള്ളൂ, മറ്റുള്ളവരുടെ മുന്നിൽ വിഡ്ഢിയാകുമോ എന്ന് പേടി. പക്ഷെ സത്യം അതല്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ഒറിജിനൽ തിങ്കേഴ്സിന്റെ തലയിലും ഒരുപാട് മോശം ആശയങ്ങളും വരാറുണ്ട്. ഈ കണക്കുകളൊന്ന് നോക്കൂ. ലോകം കണ്ട ഏറ്റവും വലിയ സംഗീത പ്രതിഭകളായ ബാക്ക്, മൊസാർട്ട്, ബീഥോവൻ ഇവരൊക്കെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് സൃഷ്ടികൾ നടത്തിയതുകൊണ്ടാണ് അതിൽ നിന്ന് വിരലിലെണ്ണാവുന്ന മാസ്റ്റർ പീസുകൾ ഉണ്ടായത്. അതായത്, ഒറിജിനാലിറ്റി എന്നതൊരു നമ്പേഴ്സ് ഗെയിമാണ്. നിങ്ങൾ എത്രത്തോളം കൂടുതൽ ശ്രമിക്കുന്നോ അത്രത്തോളം പരാജയങ്ങളുണ്ടാകും, പക്ഷെ അതിൽ നിന്നായിരിക്കും ആ മികച്ച വിജയങ്ങളും ഉണ്ടാകുന്നത്. നമുക്ക് വാർബി പാർക്കറിലേക്ക് തന്നെ തിരിച്ചുവരാം. അവർക്ക് ആ പേര് കിട്ടുന്നതിന് മുൻപ് 2000-ത്തിലധികം പേരുകളാണ് അവർ പരീക്ഷിച്ചു നോക്കിയത്. 2000! അത്രയധികം മോശം അല്ലെങ്കിൽ അത്ര പോരാത്ത പേരുകളിൽ നിന്നാണ് ആ ഒരൊറ്റ മികച്ച പേരിലേക്ക് അവരെത്തിയത്. അപ്പോ ക്വാണ്ടിറ്റിയാണ് പലപ്പോഴും ക്വാളിറ്റിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങാൻ ധൃതി കാണിക്കുക, പക്ഷേ അവസാനിപ്പിക്കാൻ പതുക്കെ സമയമെടുക്കുക. നിങ്ങളെ തന്നെയല്ല, നിങ്ങളുടെ ഐഡിയകളെയാണ് സംശയിക്കേണ്ടത്. ശ്രമിക്കാതിരിക്കുന്നതിനെ ഭയക്കുക. പിന്നെ നല്ല ആശയങ്ങൾ കിട്ടണമെങ്കിൽ ഒരുപാട് മോശം ആശയങ്ങൾ ഉണ്ടാകണം. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ദൗർബല്യങ്ങളായി കാണുന്ന ഈ കാര്യങ്ങൾ, ഈ മാറ്റിവെക്കലും സംശയവും പരാജയങ്ങളും, ഇവയൊക്കെ തന്നെയാണ് പലപ്പോഴും യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴികൾ. അപ്പോൾ ഇനി ചോദ്യം നിങ്ങളോടാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന രീതിയിൽ ഡിഫോൾട്ടായി നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഏത് കാര്യത്തെയാണ് നിങ്ങളൊന്ന് ചോദ്യം ചെയ്യാൻ പോകുന്നത്? ഏത് ശീലത്തെയാണ് നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കാൻ പോകുന്നത്? ഈയൊരു ചോദ്യത്തോടെ നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ.